ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മളെ മുഷക്കൽ. അപ്പോൾ ഇതാണ് മക്കളെ ഫിലാഫിൽ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതൊരു അറേബ്യൻ ഡിഷ് സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ തിന്നാലല്ല കേട്ടോ, ഇതിപ്പം വേറെ പരിപാടി കൊണ്ട് അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളക്കടല. ഈ വെള്ളക്കടല എന്ത് ചെയ്യണം എന്നറിയോ? ഞാനിതിന് വെള്ളക്കടല എന്ന് പറയാം, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, എന്നാലും വേണ്ടില്ല വെള്ളക്കടല. ഈ വെള്ളക്കടല എടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയോ? നല്ല രാത്രി വെള്ളത്തിലിട്ടിച്ചിട്ട് രാവിലെ എടുക്കാൻ പറ്റുന്ന കുളത്തിലാക്കി വെക്കട്ടോ. എന്നിട്ട് ഇത് രാവിലെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. കഴുകി എടുത്ത കടലയിൽ എന്ത് ചെയ്യരുത്, വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിവാക്കിൻ്റെ ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ആ മിക്സിൻ്റെ ജാർക്ക് ഇതിങ്ങനെ ബെതറി ഇങ്ങനെ ഇട്ടണിട്ടാ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതായിട്ടാണ് നമ്മളെ ചപ്പിൻ്റെ അല്ല, അത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. എന്തായാലും ചപ്പിനെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞാണ്ട് മിക്സിൻ്റെ ജാറിലോട്ട് അങ്ങനെ വിതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. പക്ഷെ ഓവറാവും ചെയ്യരുത്, ഓവറായി ഒരു കയ്പ്പായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ചപ്പ് ആവശ്യമനുസരിച്ച് ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഉള്ളിയാണ് കേട്ടോ, വലിയ ഉള്ളി കേട്ടോ. അപ്പോൾ വലിയുള്ളി ഇതിലേക്ക് അതേമാതിരി കൊത്തി നുറുക്കി കണ്ട് ഇട്ടെടുക്കാം. അപ്പോൾ മക്കളെ അടുത്തതായിട്ട് വരുന്ന ആൾ നമ്മളെ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഇല്ലാഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെളുത്തുള്ളി ഇട്ടണ്ടി. പിന്നെ അതിക്ക് ആവശ്യം 2 മുളക് ഇട്ടണ്ടി. മുളക് ഇടുമ്പോൾ ഒന്ന് തോനയുടെ ചെയ്തിട്ടാൽ കുറച്ചിട്ടാൽ മതി, കാരണം ഇത് ഏര് കൂടിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാനൊന്നും. അപ്പോൾ എന്തായാലും 2 മുളക് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടിച്ചിട്ടെടുക്കാം. ഇവിടെ എന്തായാലും അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ വല്ലാണ്ട് കണ്ട് അരിഞ്ഞ് പോകും വേണ്ട, എന്നാലോ അരിയാതിരിക്കും വേണ്ട, ആ ലെവലിൽ അടിച്ചിട്ട് തണ്ടിട്ടോ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് പൊടിക്കൈകൾ ഇട്ടാൽ നമ്മളെ മസാലപ്പൊടിക്കൈകൾ. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ട്, അനാവശ്യത്തിന് ഇടണ്ട, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ലേശം മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്നും ഓവറാവരുത്, ആവശ്യത്തിനുള്ളത് മാത്രം. ഓവറായാൽ ഒരു രസവും കിട്ടൂല, ഒരു ജായി കുത്തൽ ചൊയണീക്കാരം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റെസ്റ്റിന് വെക്കണം. അപ്പോൾ മസാലകൾ നന്നായിട്ട് കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് അതിൽ പിടിച്ചോളൂ. ഓക്കെ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. മയോണൈസ് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കാം. ഫിലാഫിലിൻ്റെ കൂടെ നമ്മൾ മുഷക്കിലും കൂടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിലോട്ട് മയോണൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് സാധനം പച്ചക്ക് തിന്നാൻ. എന്തായാലും ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് മുട്ട പൊട്ടിച്ച് പാരുക. സാധാ എങ്ങനെയാണോ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുക. വിനെഗർ ഒഴിച്ചെടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഓയിൽ വെച്ചിട്ട് നല്ല മിക്സാക്കി അടിച്ചിട്ടെടുക്കുക. അപ്പം മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ മയോണൈസും കൂടെ കൂട്ടി കുഴക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. പവർ കിടക്കും. നമ്മൾ അടുത്ത ഇതും ഇതാട്ടാ, ഇത് വേണം. ഇത് വെച്ചിട്ടാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ വൈതളങ്ങ അരിഞ്ഞെടുക്കേണ്ടതും ഒരു പ്രത്യേക ശൈലിയിലൂടെയാണ്. വൈതളങ്ങ ഇങ്ങനെ പരത്തി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് മസാല തേച്ച് പൊരിച്ചെടുക്കാനുള്ളതാട്ടോ. ഇത് മുഷക്കിൽ ആഡ് ചെയ്യുന്നൊരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിൽ നമുക്ക് ലേശം ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ചൊരു 5 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതും മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പണികളുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സലാഡ് ഉണ്ടാക്കാൻ പോകട്ടോ. ഇതിൻ്റെ മുഷക്കൽ അഥവാ എന്താ പറയുക, ഫലാഫിൽ മുഷക്കലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫലാഫിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് മുഷക്കൽ ആവുന്നത് കേട്ടോ. മുഷക്കൽ തന്നെ ഒരു അറേബ്യൻ ഫുഡാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിക്ക് ആവശ്യമുള്ളതാണ് പരിചയം. ഈ മുഷക്കിൽ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്കൊക്കെ നല്ല പരിചയമുള്ള സാധനമായിരിക്കും. കാരണം ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലൊക്കെ ഈ ഭക്ഷണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണമായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം നമുക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ കഴിക്കുക. അതിൻ്റെ ആവശ്യമായിട്ടുള്ള സലാഡാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കസിൻ്റെ അല നമുക്ക് എടുക്കുന്നുണ്ട്, അടിപൊളിയാവും. അപ്പോൾ കസിൻ്റെ അലയും ചപ്പും ഉണ്ടത്, ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്പം നമ്മുടെ ഫലാഫിൽ മുഷക്കിലായിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അവസാനം അതിനൊട്ടൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുത്താൽ മുഷക്കിൽ റെഡി. ഇതിക്ക് ലേശം ഉപ്പും കൂടെ ഉപയോഗിച്ചാണ്ടിട്ടോ, എന്നാൽ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ കൂടി വരും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മുഷക്കിൽ സലാഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.
അപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ വൈതളങ്ങ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്, കരിഞ്ഞും പോകരുത്, ഒരു മീഡിയം വേവ് മതി. അപ്പോൾ ഫിലാഫിൽ മുഷക്കില്ല, ഫിലാഫിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കയ്യിൻ്റെ വെള്ളയിലിട്ടിട്ട് ഇതുപോലെ ലഡു ഉണ്ടാക്കുന്ന പോലെ റൗണ്ടാക്കി വെച്ചിട്ട് നമ്മളിത് എണ്ണയിലോട്ട്, എണ്ണ ചൂടായതിനു ശേഷം ഓരോന്ന് വീതം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഏകദേശം ഒരു ചുവന്ന കളർ വരുന്നത് വരെ അപ്പുറം മറിച്ചിട്ടൊന്ന് വേവിച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫിലാഫിൽ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറം സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ചുവന്ന ബ്രൗൺ കളർ വരുന്ന സമയത്ത് ഇതിങ്ങോട്ട് കോരിയെടുക്കുക. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുബൂസ് ചൂടാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. ഇതാണ് ഇനി മുഷക്കിലായി മാറാൻ പോകും. ഈ ഫിലാഫിൽ വെച്ചിട്ടാണ് നമ്മൾ മുഷക്കൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഷക്കൽ ഉണ്ടാക്കൽ എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു കുബൂസ് എടുക്കുക. കുബൂസ് എടുത്തിട്ട് ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മയോണീസ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇത് തേച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇതിൻ്റെ പേര് എന്തേലടി, വൈതളങ്ങ ഇതിലിങ്ങനെ വെച്ചെടുക്കുന്നു. വൈതളങ്ങ വെച്ചിട്ട് നമ്മളെ സലാഡ് ഇതിലോട്ട് ഇങ്ങനെ കോരിയിടുന്നു. എന്നിട്ട് നമ്മളെ ഫലാഫിൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നു. ഒരു 2 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നത്. അതിൻ്റെ മേലെ നമ്മളെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ടൊമാറ്റോ സോസ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. എന്നിട്ട് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, സലാഡ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ കൂട്ട് ചെയ്ത് കവർ പിടിച്ചിട്ട് അമിച്ചിട്ട് ഈ തലക്കെന്ന് എന്ത് ചെയ്യണം, കടിച്ചിട്ട് തിന്നണം കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഫലാഫിൽ മുഷക്കിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഫലാഫിൽ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഫലാഫിൽ മുഷക്കിലാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.